ക്ഷേമവും വികസനവും തുടരും. ജനകീയ പ്രഖ്യാപനങ്ങളുമായി സംസ്ഥാന ബജറ്റ്. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിനും സർവ്വമേഖലയിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും പരിഗണന നൽകുന്ന ജനകീയ ബജറ്റുമായി സംസ്ഥാന സർക്കാർ. ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ ക്ഷേമ പെൻഷനും തദ്ദേശ സ്ഥാപനങ്ങൾക്കും കരുതൽ ഒരുക്കിയിട്ടുണ്ട്. ക്ഷേമ പെൻഷന് 14,500 കോടി രൂപ വകയിരുത്തി. 10 വർഷം കൊണ്ട് ക്ഷേമ പെൻഷനായി സർക്കാർ നൽകിയത് 90,000 കോടി രൂപയാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. തൊഴിലാളികൾക്കും കർഷകർക്കും മധ്യവർഗത്തിനും സർക്കാർ ജീവനക്കാർക്കും വ്യാപാര വ്യവസായ സമൂഹത്തിനും തുടങ്ങി എല്ലാ മേഖലകളിലും ഉള്ളവർക്കും ആശ്വാസം പകരുന്നതും കൂടിയാണ് ബജറ്റ്. രാജ്യത്തിന് തന്നെ മാതൃകയായി മാറി അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന നേട്ടം കൈവരിച്ച കേരളത്തെ പ്രകീർത്തിച്ച് കേന്ദ്ര സർക്കാർ. കേന്ദ്ര സാമ്പത്തിക സർവേ റിപ്പോർട്ടിലാണ് കേരളത്തെ പ്രശംസിച്ചത്. ഗ്രാമീണ വികസനം, സാമൂഹിക വളർച്ച എന്നീ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ സമാനതകളില്ലാത്തതാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. UGC റെഗുലേഷൻ പ്രൊമോഷൻ ഓഫ് ഇക്വിറ്റി 2026 സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തുല്യത ഉറപ്പാക്കാനായി UGC നിർദ്ദേശിച്ച മാർഗരേഖയാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. ജാതി വിവേചനം തടയുന്നതിനുള്ള 2026 ചട്ടങ്ങളാണ് നടപ്പാക്കുന്നതിൽ നിന്നാണ് കോടതി തടഞ്ഞത്. കേരളത്തിൽ സ്വർണ്ണവില കുതിച്ചുയർന്നു. ഗ്രാമിന് 1080 രൂപയുടെ വർധനയാണ് ഇന്നുണ്ടായത്. 16,395 രൂപയായി 1 ഗ്രാം സ്വർണത്തിന്റെ വില വർദ്ധിച്ചു. പവന്റെ വില 8,640 രൂപ വർദ്ധിച്ച് 1,31,160 രൂപയായി ഉയർന്നു. 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് 885 രൂപയും 14 ക്യാരറ്റിന്റെ വില 690 രൂപയും വർദ്ധിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് സ്വർണത്തിന് ഒരു ദിവസം ഇത്രയും വലിയ വർധനവുണ്ടാകുന്നത്. കൊൽക്കത്തയിലെ ആനന്ദ്പുരിയിൽ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ 2 ഗോഡൌണുകൾ കത്തി നശിച്ചതിനെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 21ആയി. 23 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. ജനുവരി 26 പുലർച്ചെ 3 മണിയോടെയാണ് ഫാക്ടറിക്കുള്ളിൽ തൊഴിലാളികൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തീപിടുത്തമുണ്ടായത്. പൂർബ മെഡിനിപൂർ, പശ്ചിമ മെഡിനിപൂർ, സൗത്ത് 24 പർഗനാസ് ജില്ലകളിൽ നിന്നുള്ളവരാണ് മരിച്ചവരോ കാണാതായവരോ ആയ തൊഴിലാളികളെല്ലാം. സംഭവത്തിൽ വെയർഹൌസുകളുടെ ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അജിത് പവാർ ഉൾപ്പെടെ 5 പേരുടെ മരണത്തിനിടയാക്കിയ വിമാനാപകടത്തിൽ നിർണായക വഴിത്തിരിവ്. ബാരാമതിയിൽ തകർന്നു വീണ ലിയർജെറ്റ് 45 വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തതായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. സംഭവത്തിൽ സുതാര്യവും സമയബന്ധിതവുമായ അന്വേഷണം ഉറപ്പാക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. BJP മുന്നണിയുടെ ഭാഗമായതിൽ പ്രതിഷേധിച്ച് 2020-ൽ കൂട്ടരാജി. പാലക്കാട് മുതലമടയിലാണ് സംഭവം. മുതലമടയിലെ ജനകീയ വികസന മുന്നണി 2020-ൽ ലയിച്ചിരുന്നു. ഇവരാണ് രാജിവെച്ചത്. മുതലമടയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൽപ്പന ദേവി അടക്കമാണ് പാർട്ടി വിട്ടത്. നെന്മാറ, നെല്ലിയാമ്പതി മേഖലകളിലും പ്രവർത്തകർ കൂട്ടത്തോടെ രാജിവെച്ചിട്ടുണ്ട്. ഇവർ ജനകീയ വികസന മുന്നണിയായി പ്രവർത്തിക്കാനാണ് തീരുമാനം. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ വരെ സമയം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയോ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെയോ വെബ്സൈറ്റ് വഴിയോ BLOമാർക്ക് നേരിട്ടോ അപേക്ഷകൾ സമർപ്പിക്കാം. സാധാരണ വോട്ടർമാരാകാൻ ഫോം 6, പ്രവാസി വോട്ടർമാരാകാൻ ഫോം A6 എന്നിവയാണ് ഉപയോഗിക്കേണ്ടത്. കൊളംബിയ വെനസ്വേല അതിർത്തിയിൽ ചെറുവിമാനം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 15 പേർ മരിച്ചു. 13 യാത്രക്കാരും 2 ക്രൂ അംഗങ്ങളുമാണ് മരിച്ചത്. ബീച്ച് ക്രാഫ്റ്റ് 1900 എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിൽ കൊളംബിയൻ കോൺഗ്രസ് അംഗവും ഉണ്ടായിരുന്നു. കൊളംബിയൻ പാർലമെന്റ് അംഗമായ ഡയോജീൻസ് ക്വിന്ററോയാണ് മരിച്ചത്. കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സംഘടിപ്പിക്കുന്ന 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വെള്ളിയാഴ്ച എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ തുടക്കമാകും. ഫെബ്രുവരി 1 രാവിലെ 10 മുഖ്യമന്ത്രി പിണറായി വിജയൻ സയൻസ് കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനകത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.